പിന്നെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഈ മലപ്പുറം ജില്ലയിൽ ഇത്ര വലിയ വിജയം പ്രതിപക്ഷം ഇല്ലാത്ത ജില്ലാ പഞ്ചായത്ത് ആയിട്ട് പോലും യാതൊരുവിധ അക്രമവും ഇല്ലാത്ത ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. പക്ഷേ ഈ പെരിന്തൽമണ്ണയിൽ സഹിക്കാൻ വയ്യാത്തൊരു കാര്യമാണ് അവർക്ക് അവിടെ സംഭവിച്ചിരിക്കുന്നത്. 25 കൊല്ലം ആയിട്ട് അവരുടെ കുത്തകയായിരുന്ന മുനിസിപ്പാലിറ്റി UDF ജയിച്ചു. അതാണിപ്പോൾ പ്രശ്നം. UDFന് ജനാധിപത്യപരമായ ഒരു വിധി കിട്ടിയാൽ പിന്നെ അടിച്ചു തകർക്കലാണ്. അർദ്ധരാത്രി വന്ന് നാണം കെട്ട രീതിയിൽ അടിച്ച് തകർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ UDFകാർ പൊതുവെ സമാധാന പ്രിയരായതുകൊണ്ട് അവർ അതിനെതിരായുള്ള പ്രതിഷേധമൊക്കെ അക്രമത്തിലേക്ക് പോവാതെ നോക്കുകയാണ്. വളരെ പണിപ്പെട്ട് നോക്കുകയാണ്. മനുഷ്യൻ ഇത്രയും വലിയ മോശമായ അക്രമമാണ് അവിടെ കാണുന്നത്. ഈ അക്രമം അവർ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ജനുവരി കൂടുതൽ എതിരാവും അവർ. പോലീസിന്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് പ്രകടനം നടത്തുകയും കല്ലെറിയൊക്കെ ഉണ്ടായത്. പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നു. ഈ പോലീസ് നോക്കിയൊക്കെയാണ് ഈ അക്രമമൊക്കെ കാണിച്ചിരിക്കുന്നത്. അവരുടെ പിടുത്തത്തിൽ നിന്നില്ല. അതിനുശേഷം ഇപ്പോൾ പോലീസ് ആക്ഷൻ എടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ആക്ഷൻ നേരാവണ്ണം എടുക്കേണ്ടതുണ്ട്. കാരണം അത്രയും വലിയ നഗ്നമായ നിയമലംഘനം, അക്രമം അതാണ് കാണിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് സ്റ്റേറ്റ് വൈഡ് അവർക്ക് സ്വാധീനമുള്ള ജില്ലകളിലെ അക്രമം പതിവാണ്. പക്ഷെ ഞങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മലപ്പുറം ജില്ലയിൽ സമാധാനപരമായിട്ടല്ലാതെ ഒരു കാര്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അവിടെയും അക്രമം ഉണ്ടാക്കിയത് ഇപ്പോൾ അവർ തന്നെയാണ്. ഇല്ല, ഒരു മൈനോറിറ്റിയാക്കി, വളരെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാക്കി മാറ്റി മലപ്പുറം ജില്ലയിൽ അവരെ ജനം. എന്നിട്ടും അവർക്ക് പിന്നെ അക്രമം മതിയായിട്ടില്ല. ഇത് ജനങ്ങളെ അവരെ ഇല്ലാതാക്കും. അതുണ്ടാവുക.